നിങ്ങൾ അഥവാ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം അത് നഷ്ടമായി പോയേക്കാം. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഞാൻ ഡോക്ടർ ലക്ഷ്മി രാജൻ. ഓവുലേഷൻ കഴിഞ്ഞ നിങ്ങളുടെ എഗ്ഗ് പുറത്ത് വന്നതിന് ശേഷം അത് നിങ്ങളുടെ ഓവരിയിൽ നിന്ന് സ്പേമുമായിട്ട് സംയോജിച്ച് ഭ്രൂണം ഉണ്ടായിട്ട് ആ ഭ്രൂണം ഫൊലോപ്പിയൻ ജീവിയിൽ നിന്ന് പാത്രത്തിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചു. അതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആ ഇംപ്ലാന്റേഷൻ ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്കിൽ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ആ എന്തൊക്കെ മിസ്റ്റേക്കാണ് നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും എന്തെങ്കിലും ഇതിലൂടെ നിങ്ങൾക്ക് പ്രഗ്നൻസി അഥവാ ആയതാണെങ്കിലും ചിലപ്പോൾ ആ മിസ്റ്റേക്കിലൂടെ അത് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് നിങ്ങൾ ഫ്രൂട്ട്സിൽ നിങ്ങൾ പപ്പീത്ത ഓർ പൈനാപ്പിൾ, നമ്മൾ പറയുന്നത് ഓമയ്ക്ക ഓർ കടച്ചക്ക, ഇത് രണ്ടും നിങ്ങൾ കഴിക്കുന്നതിൽ ഒഴിവാക്കണം. ഇതിൽ ഒരു എൻസൈമുണ്ട്, അത് നമ്മളുടെ ഈ ഇംപ്ലാന്റേഷന് ഒരുപാട് ഇംപ്ലാന്റേഷൻ മിസ്റ്റേക്ക് ആവുന്നതിൽ ഒരുപാട് ഇത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കരുത് ഇംപ്ലാന്റേഷൻ്റെ ടൈമിലല്ല, നിങ്ങൾ പ്രഗ്നൻസി അഥവാ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അന്നേരം മുതൽ ഇത് രണ്ടൊന്നും അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓയിലുള്ള ആഹാരങ്ങൾ കഴിക്കരുത്. വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കുക. പിന്നെ മൈദ, ജങ്ക് ഫുഡ് ഇവയെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഒരുപാട് മത്സ്യം, ഒരുപാട് ഇറച്ചികൾ, മത്സ്യം, മുട്ട ഇതും ഒന്ന് ഒഴിവാക്കുക. കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കുക. ഇത് നിങ്ങൾ ഫുഡിൽ ഇത്രയും കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫുഡിൽ എന്തൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സിൽ നിങ്ങൾ അവക്കാഡോ ഉണ്ട്, പേരയ്ക്ക ഉണ്ട്, പിന്നെ ഓറഞ്ച്, ഒരു പഴങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കഴിക്കുക. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഈ സമയത്ത് ഒഴിവാക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ചൂടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്ത്. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് ഭാരമുള്ള സാധനങ്ങൾ എടുക്കരുത്. എപ്പോഴും സീഡിയും നിങ്ങൾ മേലോട്ടും താഴോട്ടും പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. ഈ സമയത്ത് ഒരുപാട് പ്രഷർ ചെയ്ത് ഇരിക്കരുത്. കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അഥവാ PCOS ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ നിങ്ങൾ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യരുത്. എക്സസൈസിൽ നിങ്ങൾ നടക്കാൻ പോകുന്ന എക്സസൈസ് രാവിലെ വൈകിട്ടും അരമണിക്കൂർ നടക്കുക. പിന്നെ ചെറിയ മൈൽഡായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് മാത്രമേ ചെയ്യാവുള്ളൂ. അഥവാ ജിമ്മിലൊക്കെ പോകാനുള്ള ടെൻഡൻസി പോകുന്നവരാണെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. ഈ സമയങ്ങളിൽ നിങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. പിന്നെ ഇംപ്ലാന്റേഷൻ ഈ ഭ്രൂണമാണെങ്കിൽ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ചിലവർക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്, ചിലവർക്ക് വയറിൻ്റെ താഴെ ഒരുപാട് വേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഒരു പെയിൻ കില്ലറും എടുക്കരുത്. പെയിൻ കില്ലർ ടോട്ടലി അങ്ങ് അവോയ്ഡ് ചെയ്യണം. അവസാനത്ത് നിങ്ങൾക്ക് ഒത്തിരി സഹിക്കാൻ വയ്യാത്തതാണെങ്കിൽ ഒരു പെയിൻ പാരസെറ്റമോൾ എടുക്കുക, അല്ലാതെ ഒരു പെയിൻ കില്ലറും കഴിക്കരുത്. പിന്നെ നിങ്ങൾക്ക് തുമ്മലൊക്കെയാണ്, ഒരുപാട് കോൾഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റീം ചെയ്യാം. സ്റ്റീമാണ് ഗുഡാണ്, ഒരു കുഴപ്പമുണ്ടാകില്ല. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞ് നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരു 13-14 ദിവസം, 28 വയസ്സ് സൈക്കിളുള്ളവർക്കാണെങ്കിൽ 14, അല്ലെങ്കിൽ 30 ആണെങ്കിൽ പിന്നെ 16 ദിവസം. ഈ ഓവുലേഷൻ നടന്നിട്ട് ഒരു 6 മുതൽ 12 ദിവസം വരെയുള്ള സമയത്ത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കും. അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പീരീഡ്സിൻ്റെ ഡേറ്റ് വരെയുള്ള സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്ന് കെയർഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾക്ക് നിൽക്കാനുള്ള റേറ്റ് ഒരുപാട് കൂട്ടിത്തരും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പായിട്ട്. അഥവാ എൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.